Question. A man traveled from one place to another at the rate of 20 km per hour and returned at the rate of 30 km per hour. Find the average speed of the whole journey. അപ്പം ഒരാൾ യാത്ര ചെയ്ത സ്പീഡുകളാണ് തന്നിരിക്കുന്നത്. ഒന്ന് 20 km/h ഒന്ന് 30 km/h തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്പീഡുകളുടെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ, സ്പീഡുകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീനാണ് ആവറേജ് ഓഫ് സ്പീഡ്സ് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആവറേജ്. അപ്പോൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സ്പീഡുകളാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കും. അപ്പോൾ സ്പീഡുകളാണ് നമ്മൾ എക്സ് വാല്യൂ, നമ്മൾ വേരിയബിൾ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ ഇപ്പം 20 ഉണ്ട്, 30 ഉണ്ട് അല്ലേ. നമുക്ക് എക്സ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പം ഹാർമോണിക് മീനിൻ്റെ ഫോർമുല എന്താണ്? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1/x. ഇതാണ് ഹാർമോണിക് മീൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1/xകൾ കണ്ടുപിടിക്കണം. 1/x എന്ന് പറഞ്ഞാൽ 1/20 അല്ലേ. 1/20 എന്ന് പറയുമ്പോൾ 0.05 എന്ന് വരും. പിന്നെ 1/30, 1/30 പറഞ്ഞാൽ 0.0333 എന്ന്. അപ്പോൾ ദിസ് ഇസ് 1/x. ഇനി നമുക്ക് അവരുടെ സമ്മ് കാണാം. സമ്മേഷൻ 1/x that is equal to 0.0833 എന്ന് വരും. അങ്ങനെ 333 എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. therefore ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n. n എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വാല്യൂസേ ഉള്ളൂ അല്ലേ. അപ്പോൾ n ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ summation 1/x which is 0.0833 and this is equal to 24 km/h. ഇതാണ് നമ്മളുടെ ആവറേജ് സ്പീഡ് കിട്ടുന്നത്. Question. The sum of 3 consecutive terms in a geometric progression is 35 and their product is 1000. Find the terms. ഇപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനിൽ അടുത്തടുത്ത് വരുന്ന 3 ടേമുകളുടെ സമ്മ് 35 ആണ് ആൻഡ് അവരുടെ പ്രോഡക്റ്റ് 1000 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടേമുകൾ എന്ന് എടുക്കാം. അപ്പം ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ടേമിനോടും നമ്മളൊരു കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ. അതായത് കോമൺ റേഷ്യോ ആറിനെ എല്ലാ ടേമുകളോടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ 3 കോൺസിക്യൂട്ടീവ് ടേംസ് കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നമ്മൾ ആ ജോമെട്രിക് പ്രോഗ്രഷനെ ഈ പാറ്റേണിലാണ് എടുക്കാൻ പോകുന്നത്. അതായത് മിഡിൽ മോസ്റ്റ് ടേമിനെയാണ് നമ്മൾ എ എന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ടേം എന്തായിരിക്കും? a/r ആയിരിക്കും, വേർ r ഇസ് എ കോമൺ റേഷ്യോ. ആൻഡ് അതിന് ശേഷം വരുന്ന ടേമിന് AR എന്ന് എടുക്കാം. അപ്പോൾ ഇതും a/r AR ഇതും എന്താണ്? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതായത് ഫസ്റ്റ് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് ടേം കിട്ടി, സെക്കൻഡ് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ടേം വരുന്നുണ്ട്. അപ്പം നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനെ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ടൈപ്പിലാണ് നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനത്തെ ടേംസിനെ എടുക്കേണ്ടത്. a/r AR. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ സം എന്ന് പറയുന്നത് 35 ആണ്. അതായത് a/r പ്ലസ് a പ്ലസ് AR എന്ന് പറയുന്നത് 35 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അതായത് a/r ഇൻറ്റു a ഇൻറ്റു AR ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയതുകൊണ്ടുള്ള സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആറും ക്യാൻസൽ ആയിപ്പോവും അല്ലേ. അതായത് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോവും. പിന്നെ എന്തേ ഉള്ളൂ ഇവിടെ? a ഇൻറ്റു a ഇൻറ്റു a. അതായത് a³ എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 1000 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് a എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 1000നെ എങ്ങനെ എഴുതാം? 1000 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ആണ് അല്ലേ. അപ്പം a³ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് 10³ ഇങ്ങനെയാക്കി എഴുതിക്കൂടെ. അപ്പം ദാറ്റ് മീൻസ് a ഇസ് ഈക്വൽ ടു 10. a 10 കിട്ടിയല്ലോ. ഇനി നമുക്ക് സമ്മിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ സമ്മില് എയും ആറും വരുന്ന ടേംസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ എയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 10 കൊടുക്കാം. ഇവിടെ 10/r പ്ലസ് 10 പ്ലസ് 10r ദാറ്റ് ഈസ് ഈക്വൽ ടു 35 എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 6 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ 6 വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ r. അപ്പോൾ എല്ലാ ടേമിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10 ഇൻറ്റു r ഇൻറ്റു 10/r അപ്പോൾ 10 എന്ന് വരുന്നു. പ്ലസ് അടുത്ത ടേമിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10r. അടുത്തത് 10r-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10r² എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 35r.
ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ വെച്ചാൽ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇതെല്ലാം 5 കോമൺ ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അതൊന്ന് 5 ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം എല്ലാ ടേമും, കാരണം എല്ലാം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പം 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 2 + 2r + 2r സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 7r എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 2r സ്ക്വയർ + 2r, നമുക്ക് ഇവിടെയുള്ള 7r ഉണ്ടായിരുന്നില്ല അതിനിങ്ങോട്ട് കൊണ്ട് -7r എന്ന് വരും, +2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ഓർ 2r സ്ക്വയർ -5r + 2 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ r ആണ് ഇവിടെ കിട്ടുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം, ax² + bx + c is equal to 0 എന്ന ജനറൽ ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിലത്തെ എക്സിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, x is equal to -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സിനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ r ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള എയുടെ സ്ഥാനത്ത് ആര് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. ബിയുടെ സ്ഥാനത്ത് -5 വന്നിരിക്കുന്നു. സിയുടെ സ്ഥാനത്ത് 2 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ r എന്തായിരിക്കും, r is equal to -b that is minus of b is -5 ± √b² that is -5² - 4ac 4 × 2 × 2 all divided by 2a it is 2 × 2 എന്ന് വരും. or this is equal to, ഇവിടെ മൈനസ് ഓഫ് മൈനസ് ആണ്, അപ്പോൾ +5 എന്ന് എഴുതാം, ± √−5² is 25 -4 × 2 × 2 ആണ് വരുന്നത്, അതായത് 4 × 4 എന്ന് വരും അല്ലേ. ഇവിടെ 16 എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ 4. or this is equal to 5 ± ഇവിടെ √9 എന്നല്ല വരിക, 25 - 16 √9 എന്ന് വരും, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, this is either 5 + 3/4 or 5 - 3/4. അപ്പോൾ ആറിൻ്റെ വാല്യൂസ് 5 + 3/4 എന്ന് പറയുമ്പോൾ 8/4 വരും. അപ്പോൾ r can be 3, അല്ലെങ്കിൽ 5 - 3 എന്ന് പറയുമ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ r 1/2 ആവും. അതായത് നമ്മൾ കോമൺ റേഷ്യോ ഒന്നില്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 1/2 ആവും. അപ്പോൾ നമുക്ക് a കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, a is equal to 10 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എലിമെന്റ്സ് നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ എലിമെന്റ്സ് ജോമെട്രിക് പ്രോഗ്രഷനിലുള്ളത് a/r a/r എന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ r 2 ആവുകയാണെങ്കിൽ എൻ്റെ ജോമെട്രിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ വിൽ ബി a/r ദാറ്റ് ഈസ് 10/2 പിന്നെ 10 ആൻഡ് 10 × 2 എന്ന് വരും. ദാറ്റ് ഈസ് ജോമെട്രിക് പ്രോഗ്രഷൻ വിൽ ബി 5 10 20 എന്ന് വരും. ഇത് r 2 ആണെങ്കിൽ, അതായത് കോമൺ റേഷ്യോ 2 ആവാം 1/2 ആവാം ഈ കേസിൽ അല്ലേ. അപ്പോൾ r 1/2 ആവുകയാണെങ്കിൽ നമ്മളെ ജോമെട്രിക് പ്രോഗ്രഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, അത് 1/2 അല്ല, അപ്പോൾ 10/1/2 എന്ന് വരും, പിന്നെ 10 വരും, പിന്നെ 10 × 1/2 എന്നാണ് വരിക. therefore our geometric progression will be 20 10, 5. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻ വരാം. ഇഫ് r is equal to 2 and r is equal to 1/2, ഈ രണ്ടെണ്ണം ആവുകയാണ്. Question, if a is equal to matrix 1 -3 2 0 3 5 and b is equal to 2 5 6 1 1 -2, find 2a - 3b. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സുകളെ ആദ്യം ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അവരെ ഡിഫറൻസും കാണണം. ആ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എ എന്താ നമുക്കറിയാം, വാട്ട് ഈസ് 2a എന്ന് നോക്കാം. അത് 2a എന്താണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് 2a? 2a is equal to 2 × 1 -3 2 0 3 5 അല്ലേ. അപ്പം 2 എന്ന് പറയുന്ന ഒരു സ്കേലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കൊണ്ട് ഈ മെട്രിക്സിലുള്ള എല്ലാ എലിമെന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ടേമിൻസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഇവിടെ 2 വരും, -3 × 2 -6, 2 × 2 ഇവിടെ 4 വരും, ഇവിടെ 0 വരും, 3 × 2 എന്ന് പറയുമ്പോൾ 6 വരും, 5 × 2 വരുമ്പോൾ 10 വരും. അപ്പോൾ ദിസ് ഈസ് അവർ 2a.
അല്ലേ. പിന്നെ നമുക്ക് 3b നോക്കാം. 3b ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു അവർ മെട്രിക്സ് ബി. ബി എന്താണ്? 2 5 6 1 1 മൈനസ് 2. അതായത് 3 കൊണ്ട് എല്ലാ എലിമെൻസിനെയും മെട്രിക്സിലത്തെ എല്ലാ എലിമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 6 15 18 3 3 മൈനസ് 6 അല്ലേ. എന്നിട്ട് വേണം നമുക്ക് 2a മൈനസ് 3b, അതായത് ഈ രണ്ട് മെട്രിക്സുകളെ നമ്മൾ മൈനസ് ചെയ്യാൻ. അപ്പോൾ 2a മൈനസ് 3b ഇസ് ഈക്വൽ ടു രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലത്തെ കറസ്പോണ്ടിങ് എലിമെൻസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റും അതേപോലെ ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റും മൾട്ടിപ്ലൈ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റുകളെയാണ് മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടേം എന്തായിരിക്കും? 2 മൈനസ് 6 അല്ലേ. 2 മൈനസ് 6, അപ്പോൾ ഇവിടെ മൈനസ് 4 ആണ് വരുന്നത്. അടുത്തത് ഏതാണ്? മൈനസ് 6 മൈനസ് 15, ദറ്റ് ഈസ് മൈനസ് 21. അടുത്ത ടേം 4 മൈനസ് 18 വരും. അപ്പോൾ മൈനസ് 14 എന്നാണ് ആ ടേം വരാൻ പോകുന്നത്. പിന്നെ അടുത്തത് 0 മൈനസ് 3, ദറ്റ് ഈസ് മൈനസ് 3. 6 മൈനസ് 3, ദറ്റ് ഈസ് 3. 10 മൈനസ് മൈനസ് 6 അല്ലേ. അപ്പോൾ 10 പ്ലസ് 6 വരും. അപ്പോൾ ഇവിടെ 16 വരും. ദിസ് ഈസ് 2a മൈനസ് 3b. ക്വസ്റ്റ്യൻ സോൾവ് 5x സ്ക്വയർ മൈനസ് 125 ഇസ് ഈക്വൽ ടു 0. അപ്പം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 5x സ്ക്വയർ മൈനസ് 125 ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 5x സ്ക്വയർ ഇസ് ഈക്വൽ ടു 125 എന്ന് എഴുതാം. ഓർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 5, ദറ്റ് ഇസ് ഈക്വൽ ടു 25. അതായത് നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 എന്നാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25. അപ്പം റൂട്ട് ഓഫ് 25 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടും. +5 കിട്ടും, -5 കിട്ടും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 25 കിട്ടി. നമുക്ക് പറയാം എക്സിൻ്റെ ഒരു വാല്യൂ എന്താണ്? +5 ആണ്. എക്സിൻ്റെ മറ്റൊരു വാല്യൂ -5 ആണ്.